ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്നതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു ഇഡ്ലി കുറുമയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഇഡ്ലി കുറുമ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചെറിയൊരു കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഫസ്റ്റ് ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 1/4 കപ്പിൽ അല്പം കൂടി കൂടുതലായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് വളരെ കുറച്ച് മാത്രം മതിയാവും, കൂടുതൽ ആവശ്യമില്ല. അതായത് ഒരു മുറി തേങ്ങയുടെ ഒരു പകുതി അളവിൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 4-5 പച്ചമുളകും കൂടിയാണ്. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പീസായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഒന്ന് അരച്ചെടുക്കുമ്പോഴും ആ അതൊരു ചെറുതായിട്ട് തന്നെ അങ്ങനെ കിടക്കും, ചിലപ്പോൾ അറിയാതെ. അതിൻ്റെ പേരിലാണ്. ഇതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടി. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത്. അതിനേക്കാളും ഈ ഒരു രീതിക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ ഇഡ്ലി കുറുമയ്ക്ക് അതിൻ്റെതായ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് വന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ച്, എന്നിരുന്നാലും ഒരു 6-7 അണ്ടിപ്പരിപ്പ് മസ്റ്റായിട്ടൊന്ന് ചേർത്തേക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലക്കൂട്ടുകളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ പീസിൽ 2 പീസ് അളവിൽ കറുവാപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട്. കറുവാപ്പട്ടയുടെ അളവ് ഒരുപാട് കൂടണ്ട, ഈ ഒരു അളവിൽ മാത്രം, വളരെ കുറച്ച് മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതായത് നല്ല സ്മൂത്തായിട്ട് തന്നെ, ഒരു സ്മൂത്ത് പേസ്റ്റ് പോലെ നല്ലതുപോലെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാവുമ്പോഴത്തേക്ക് നല്ലതുപോലെ നമുക്കൊന്ന് അരഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ഒരു 2 ഏലക്കയും 3 ഗ്രാമ്പുവും ചെറിയ പീസ് അളവിൽ 2 കറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിട്ട് അത്യാവശ്യം വലിയ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കാം. ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. മുഴുവൻ ജീരകം തന്നെ ചേർക്കണം, ജീരകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ചേർക്കരുത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വളരെ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ച മുളകൊക്കെ ഒന്ന് മാറി ലൈറ്റായിട്ട് ഇതിങ്ങനെ വെന്ത് തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴഞ്ഞു തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 നമ്മളിതിലേക്ക് ചേർക്കണം. ചെറിയൊരു പുളിപ്പ് നമ്മുടെ ഈ ഇഡ്ലി കുറുമയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് വരട്ടെ, വെന്ത്. ഇതുപോലെ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് ഈ ചൂടായി തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങ മിക്സും കൂടി ചേർക്കാം. കൂടെ തന്നെ ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇത്രയും കട്ടിക്കാണ് നമ്മുടെ ഈ ഗ്രേവി ഉള്ളത്. അപ്പോൾ എത്രത്തോളം വെള്ളം ലൂസായിട്ട് വേണമോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി തിക്കായിട്ട് മതിയെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ഇരുന്നാലും ഒരുപാട് കട്ടിക്ക് നമ്മളിത് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അളവിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മസാലക്കൂട്ടെല്ലാം നമ്മുടെ ഈ ചെറിയ ഉള്ളിയിലും തക്കാളിയിലൊക്കെ പിടിച്ചിട്ട് വരണം. അതുപോലെ തന്നെ ആ തക്കാളിയുടെ ആ ചെറിയ പുളിയെല്ലാം നമ്മുടെ ഈ കറിയിലേക്കും പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് കുറച്ചുകൂടി നമ്മുടെ ഈ ഗ്രേവി വറ്റി കിട്ടും. അതുപോലെ തന്നെ ഇതെല്ലാ ചേരുവകളും ചേർന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമ ആയിരിക്കുന്ന ഇഡ്ഡലി കുറുമ. വളരെ രുചികരമായിട്ടുള്ള കേട്ടോ. നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ തന്നെയല്ല എന്തിൻ്റെ കൂടെയും, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ, ദോശയുടെയോ അപ്പത്തിൻ്റെയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് വെച്ച് കഴിക്കാവുന്നതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഒരു തവണ ഇതുപോലൊരു കുറുമ കറി തയ്യാറാക്കി നോക്കിയാൽ നിങ്ങളുടെ ഫേവറേറ്റ് കറിയിൽ ഉറപ്പായിട്ട് ഒന്ന് ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.